ഈ അമേരിക്ക ലോകരാജ്യങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ്. അറബ് രാജ്യങ്ങളോട് പ്രയോഗിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ്, ടെററിസമാണ്, ലോക ടെററിസ്റ്റ് ഭീകരതയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയോട് എപ്പോഴും പ്രയോഗിക്കുന്നത് അമേരിക്കയുടെ സമാധാനം കെടുത്തുന്ന ഈ മയക്കുമരുന്ന് മെക്സിക്കോ വഴി അമേരിക്ക കയറ്റിയിട്ട് അമേരിക്കക്കാരെ മുഴുവൻ മയക്കുന്നു, അല്ലെങ്കിൽ അവരെ തകർക്കുന്നു, അവരെ ലൈഫിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ ട്രംപിന്റെ കാലത്ത് അതിനു മുമ്പും തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിയാണോ? വെനിസുലയുടെ കാര്യത്തിൽ ഇത് ശരിയാണോ? അല്ല, ഒരു പരിധിവരെ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ ഡ്രഗ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ കൊളംബിയയിലെ നമ്മൾ പണ്ട് എസ്കോബാറിന്റെ കാലം തൊട്ട് നമ്മൾ ഇത് കേൾക്കുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതും അതിന്റെ ഒരു മാഫിയ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പം ഇക്കഡോർ പോലെയുള്ള രാജ്യങ്ങളിൽ അത് ധാരാളമായിട്ട് സബ്മറൈൻ ഉപയോഗിച്ചിട്ടാണ് അവര് അത് സ്വന്തമായി അത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഘടകമാണ്. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് അമേരിക്ക എല്ലാ കാലത്തും ഉണ്ട്. അമേരിക്ക അതിന് ശക്തവുമാണ്. അമേരിക്കയുടെ ഇന്റലിജൻസും അമേരിക്കയുടെ മിലിറ്ററിയും എല്ലാം ആ കാര്യത്തിൽ വളരെയധികം ശക്തമാണ്. പക്ഷെ അമേരിക്കയുടെ പ്രശ്നം അതൊന്നുമല്ല. അമേരിക്കയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂഗോ ഷവാസിന്റെ കാലത്ത് അദ്ദേഹം സോഷ്യൽ വെൽഫെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ മടിയന്മാരാക്കി കളഞ്ഞു. അതായത് അവര് തൊഴിലെടുക്കുന്നില്ല. കാരണം അവർക്ക് എല്ലാം സൗജന്യമായി കിട്ടുന്നതോടെ അവിടുത്തെ കൃഷി നശിച്ചു. അവിടുത്തെ ടാക്സ്, അതായത് ആൾക്കാർ സാധനം വില കൊടുത്ത് വാങ്ങിയല്ലേ ടാക്സ് പേ ചെയ്യുള്ളൂ. അപ്പൊ ടാക്സ് ഗവൺമെന്റ് വരുമാനം കുറഞ്ഞു. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമായി സ്വകാര്യ മേഖല വർക്ക് ചെയ്യാതായി, കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാതായി. അപ്പൊ അത് ഒരു വലിയ ഘടകമായിരുന്നു. പക്ഷേ ഈ മഡൂറോ അധികാരത്തിലേറുന്നത് 2013 ഹ്യൂഗോ ഷവാസിനെ കുറിച്ച് അദ്ദേഹം ധീരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് അമേരിക്ക, അതായത് ഈ റഷ്യ അമേരിക്ക ശാക്തിയെ ചേരി അവസാനിച്ച് അമേരിക്ക മാത്രം ഏകാധിപതിയായിട്ടാണ് 90-കൾക്ക് ശേഷം ലോകത്തുണ്ടായിരുന്നത്. അന്ന് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു രാജ്യമായി ഹ്യൂഗോ ഷവാസ് മാറി. കാരണം അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടായിരുന്നു ഹ്യൂഗോ. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ ശബ്ദമായിരുന്നു ലോകത്തിന്റെ. അപ്പൊ അത്രയും എന്നാൽ ജനങ്ങളുടെ അടുത്ത് അത്രയും പിന്തുണയുണ്ട്. 2002 അദ്ദേഹത്തെ പുറത്താക്കി അമേരിക്കൻ കമ്പനികളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ധീരമായ സ്റ്റെപ്പാണ്. മാത്രമല്ല 2002 അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അത് കത്തോലിക്ക സഭ വരെ അദ്ദേഹത്തെ തിരിച്ചു വരുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഒരു കത്തോലിക്ക രാജ്യമാണ്. അപ്പം അവര് വരെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നു. 2013 ക്യാൻസർ വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആൾക്കാർ പല രീതിയിൽ പറയുന്ന അമേരിക്ക അത് പ്രത്യേക രീതിയിൽ വേറെ എവിടെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.